ഈ മോൺസൺ മാവുങ്കലിൻ്റെ ക്രയവിക്രയങ്ങൾ, പുരാവസ്തു, അതിനെക്കുറിച്ച് ഇനി പ്രത്യേകിച്ചൊന്നും കൂടുതലായിട്ടൊന്നും പറയാനില്ല, അതുപോലെ വലിച്ചു വാരി കഴിഞ്ഞു. ഇതിൻ്റെ ഇടയിൽ നടൻ ശ്രീനിവാസൻ അദ്ദേഹം ഒരു അഭിപ്രായം പറഞ്ഞു. ഈ മോൺസൺ മാവുങ്കലുമായിട്ട് ക്രയവിക്രയം നടത്തിയ ആളുകൾ പോലും അവരെ ഒന്നാം നമ്പറുകാരായിട്ട് കണക്കൂട്ടാൻ പറ്റില്ല എന്ന്, അവരും പോലീസ് ചോദ്യം ചെയ്യണമെന്ന്. അതിൽ ചില ആ പ്രസ്താവനയ്ക്ക് പ്രത്യേക സാഹചര്യത്തിൽ പ്രസക്തി ഇല്ലെന്ന് പറയാൻ കഴിയില്ല. ഞാൻ കോളേജിലേക്കും പഠിക്കുന്ന സമയത്ത് എൻ്റെ ഒരു അകന്നൊരു അമ്മാവൻ, അദ്ദേഹം കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടിയുടെ നേതാവാണ്. അദ്ദേഹം അന്ന് ഞങ്ങളുടെ നാട്ടിലുള്ള മാന്നാമംഗലം എന്ന് പറഞ്ഞ സ്ഥലത്ത് നിന്ന് രണ്ട് പേര്, ഒരാളുടെ പേര് തമ്പി എന്ന് പറഞ്ഞാൽ അനിയൻ എന്നാണല്ലോ പറഞ്ഞത്, തമ്പി. പിന്നെ ഒന്ന് ബേബിൻ്റെ കൊച്ചുകുട്ടി. എൻ്റെ തലയ്ക്ക് വെളിവില്ലാത്ത രണ്ട് പേര് കൊണ്ട് തന്നെ അറിയാം. ഒന്ന് ബേബി, ഒന്ന് തമ്പി. രണ്ടും നസ്രാണികളാണ്. ഇവർ അദ്ദേഹത്തെ സമീപിക്കുകയാണ്. എന്നിട്ട് അദ്ദേഹത്തോട് പറഞ്ഞത്, ഞങ്ങൾക്കൊരു പ്രശ്നമുണ്ട്. അത് എന്താണ് പ്രശ്നം ചോദിച്ച സമയത്ത് ഇവർ രണ്ട് പേരും കോയമ്പത്തൂരിൽ ഒരാൾക്ക് ക്യാഷായിട്ട് രണ്ട് പേരും ഓരോ ലക്ഷം രൂപ വെച്ച് 2 ലക്ഷം കൊണ്ട് കൊടുത്തു, നോട്ടരട്ടിപ്പിന് വേണ്ടിയിട്ട്. 2 ലക്ഷം കൊണ്ട് കൊടുത്താൽ ഇവർക്ക് ക്രയവിക്രയം ചെയ്യാൻ വേണ്ടി കള്ളനോട്ടായിരിക്കും. ഓരോരുത്തർക്ക് പൈസ ഇരട്ടിച്ചിട്ട് 2 ലക്ഷം വെച്ചിട്ട് തിരിച്ചു കിട്ടും. അപ്പോൾ 4 ലക്ഷം കിട്ടും എന്ന് പറഞ്ഞിട്ടാണ് ഈ പൈസ കൊടുത്തത്. ഇവർ എവിടെ കൊണ്ടുപോയിട്ട് കോയമ്പത്തൂർ കൊണ്ടു കൊടുത്തു. ആ കൊണ്ടു കൊടുക്കുന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ വീട്ടിൽ വലിയ സ്വീകരണമായിരുന്നു. ആഹാരം കഴിച്ചിട്ട് പോകാമെന്ന് പറഞ്ഞു. പിന്നെ അദ്ദേഹം ഇവർക്ക് കൊടുക്കുന്ന പൈസ, പണം, അതെങ്ങനെ ചെലവഴിക്കണം, അതിൻ്റെ കുറുക്കു വഴികൾ അതും പറഞ്ഞു കൊടുത്തു. പകുതി മലയാളത്തിലും പകുതി തമിഴിലാണ് സംസാരിച്ചത്. വലിയ വീടാണ്, ഭാര്യയുണ്ട്, കുട്ടികളൊക്കെ, സംവിധാനങ്ങളൊക്കെ ഉണ്ട്, കാറുണ്ട്. ഇതേ കണ്ടപ്പോൾ ഒരു വിശ്വാസമായി. അയാൾ 2 ലക്ഷം ഒറിജിനൽ നോട്ട് അയാൾ വാങ്ങിച്ച് വെക്കുകയും ചെയ്തു. അത് കഴിഞ്ഞപ്പം ഇവരോട് പറഞ്ഞത്, ഞാൻ വിളിക്കാം, അപ്പോൾ വന്നാൽ മതി എന്നാണ് പറഞ്ഞത്. അങ്ങനെ ഒരാഴ്ച കഴിഞ്ഞപ്പോൾ വിളി വന്നു, നാളെ അവിടുന്ന് പുറപ്പെട്ടോളൂ, ഒരു സൂട്ട് കേസ് കയ്യിലുണ്ടാകണം എന്നൊക്കെ പറഞ്ഞ് വിളി വന്നു. വലിയ സന്തോഷമായി. ഇവർക്ക് 4 ലക്ഷം കിട്ടാൻ പോണത് 2 ലക്ഷത്തിന് പകരം. അങ്ങനെ ഇവരെല്ലാം തയ്യാറായിട്ടിരിക്കുമ്പോൾ രാത്രി ഒരു 9 മണിയപ്പോൾ വിളി വന്നു, മക്കളെ ഇപ്പോൾ വരണ്ട, ഇവിടെ വലിയ പ്രശ്നം നടന്നുകൊണ്ടിരിക്കുകയാണ് കോയമ്പത്തൂർ, ഇപ്പോൾ വരണ്ട, അപകടമാണ്, ഞാൻ അറിയിക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ ഒരു 10-15 ദിവസം കഴിഞ്ഞ് വീണ്ടും അറിയിച്ചു, പുറപ്പെട്ടോളാൻ പറഞ്ഞു. എന്തിനു പറയുന്നത്, നീട്ടി കൊണ്ടുപോയിട്ട് പൈസ അകം പുറം, അതന്നെ കേസ്. അവസാനം പൈസ കിട്ടില്ല എന്നായി. പിന്നെ ഇവർ അവിടെ ചെന്ന സമയത്തൊന്നും ഇയാളെ കാണാൻ തന്നെയില്ല. അവിടെ ഇയാൾ കൊണ്ടുപോയി വീട്ടിലുള്ള സ്ത്രീയും അവിടെയുള്ള ആൾക്കാരൊന്നും ഇയാളുടെ യാതൊരു ബന്ധവുമില്ലാണ്. ഇയാളുടെ ഫോട്ടോയ്ക്ക് അവിടെ ഇരുന്നിരുന്നത് അത്രേ. അയാളോട് വരാറുണ്ട്, അവരുടെ കുടുംബ സുഹൃത്തുക്കളായിട്ട് വരാറുണ്ട്. ഇപ്പോൾ എവിടെയാണ് എന്താണെന്ന് അറിയില്ല. അങ്ങനെയായി. ആ കേസും പറഞ്ഞിട്ടാണ് എൻ്റെ അമ്മാവിൻ്റെ അടുത്ത് ഇവർ വന്നത്. അപ്പം അമ്മ അതെല്ലാം ഇങ്ങനെ കേട്ടു. അതൊന്നും മിണ്ടുന്നില്ല. ഇവരുടെ മുഖത്തേക്ക് നോക്കുന്നു. അവിടെ ടി വി ഉണ്ട്, ടി വിയിൽ നോക്കുന്നു, ഇവരുടെ മുഖത്തേക്ക് നോക്കുന്നു. വേറെ ആൾക്കാർ വരുന്നുണ്ട്, അവരോട് കാര്യങ്ങളൊക്കെയും പറയുന്നു. അതിനുള്ള പറഞ്ഞു ഞങ്ങളുടെ കാര്യം. അപ്പോൾ വീണ്ടും ഇവരെ മുഖത്തേക്ക് നോക്കുന്നു. അവസാനം ഇവർക്കൊരു കാര്യം മനസ്സിലായി, ഈ 4 ലക്ഷം
കിട്ടിക്കഴിഞ്ഞാൽ ഈ നേതാവിന് എൻ്റെ അമ്മാവനായിട്ടുള്ള ആൾക്ക് എന്ത് കൊടുക്കണം, അതിനെക്കുറിച്ചൊരു മുൻ വിവരം അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ മിണ്ടാതിരിക്കണമെന്ന് അവർക്ക് തോന്നിയിട്ട് പറഞ്ഞു. സാർ അങ്ങനെ കിട്ടുകയാണെങ്കിൽ ഏത് 2 ലക്ഷം കൊടുത്തിട്ട് 4 ലക്ഷം കിട്ടുകയാണെങ്കിൽ ഞങ്ങൾ 2 പേരും 50,000 രൂപ വെച്ച് 1 ലക്ഷം രൂപ അങ്ങേക്ക് തരാമെന്ന് പറഞ്ഞു. ഈ സമയത്ത് അവിടെ പട്ടി അഴിച്ചു വിട്ടിരിക്കുകയായിരുന്നു. ആ പട്ടിയുടെ ചങ്ങല ഉണ്ടായിരുന്നു. ആ ചങ്ങല എടുത്ത് ഒമ്മ വെച്ച് കൊടുത്തു. അടുത്ത് നിൽക്കുന്ന ആൾക്ക് ഒന്ന് വെച്ച് കൊടുത്തു. പിന്നെ ഒന്നും പറയേണ്ട വന്നില്ല. സ്ഥലം വിട്ടു. പിന്നെ അവിടെ സ്ഥലം വിട്ടു. പിന്നെ എന്തുണ്ടായെന്ന് ഈശ്വരൻ അറിയാമേതായിരുന്നു. നല്ല അടി കൊടുത്തു. അപ്പോൾ പറഞ്ഞു വരുന്നത്, ഇത്തരം 2ാം നമ്പർ ബിസിനസ് നടത്തുന്ന ആളുകളുമായിട്ട് 2ാം നമ്പർ താല്പര്യങ്ങൾ വെച്ച്, ഉദാഹരണം പറയുകയാണെങ്കിൽ ഈ കുറി കമ്പനികളുണ്ടായിരുന്നു പണ്ട്. അവിടെയൊക്കെ നമ്മൾ പണം നിക്ഷേപിച്ചു കഴിഞ്ഞാൽ 35% പലിശ, 38% പലിശ. അപ്പോൾ വേറെ ആൾ പറയും 40% പലിശ. ഇങ്ങനെയൊക്കെയും പറഞ്ഞ് പലരും അവിടെ കൊണ്ട് പൈസ ഇട്ടു. ചിലരൊക്കെ അതുകൊണ്ട് സിനിമയ്ക്കും പിടിച്ച ആൾക്കാരൊക്കെ ഉണ്ട്, പൈസ ഉണ്ട്. ആദ്യത്തെ 1 മാസം 2 മാസം 3 മാസമൊക്കെ ഈ പണത്തിൽ നിന്ന് എടുത്ത് പലിശ കൊടുക്കും. അവർക്ക് 100 രൂപ അടച്ചിട്ടുണ്ടെങ്കിൽ അവർക്ക് ഈ പറഞ്ഞ 30% പലിശ 30 രൂപ കൊടുക്കും. 2ാം മാസം കൊടുക്കും, 3ാം മാസം കൊടുക്കും, 4ാം മാസം അകമ്പുറം. അങ്ങനെ കേസും കാര്യങ്ങളൊക്കെ ആയി. പിന്നെ കുറേ ആൾക്കാരെല്ലാം കൂടിയിട്ട് അവസാനം തമിഴ്നാട്ടിൽ, ഇതിൻ്റെ മുതലാളി തമിഴ്നാട്ടിലാണ്, ഒരു കമ്പനിയുടെ കേട്ടോ. ഈ മാഞ്ചിയം ആട് മേഖല എന്നൊക്കെയും പറഞ്ഞ സംഭവം പോലെ തന്നെ. അങ്ങനെ അവിടെ ഹൈക്കോടതിയിൽ കേസ് വന്നു. കേസ് വന്ന സമയത്ത് രാമസ്വാമി എന്ന് പറയുന്നൊരു ന്യായാധിപൻ അവിടെ ഉണ്ടായിരുന്നത്. ഇവരവിടെ വാദിക്കൂട്ടിൽ കയറി ഇരുന്നു. പ്രതി അപ്പുറത്ത് വന്നു. വാദപ്രതിവാദങ്ങളുടെ ഇടയിൽ ഇവർ കരയാണ് അവിടെ നിന്നിട്ട്, പൈസ പോയി എല്ലാത്തിൻ്റെയും. അപ്പം അദ്ദേഹം നേരിട്ടൊരു ചോദ്യം ചോദിച്ചു, നിങ്ങൾ എന്തിനാ ഈ 30% പറഞ്ഞ പൈസ അവർക്ക് കൊടുത്തത്? അപ്പം അവർ പറഞ്ഞ പോലെ അറിവില്ലാണ്ട് പറ്റിപ്പോയതാണ്. നിങ്ങൾക്ക് അറിവില്ലാതെ പറ്റിപ്പോയതിന് കോടതിയാണ് ഉത്തരം പറയേണ്ടത്. അന്ന് ഏറ്റവും വലിയ പലിശ എന്ന് പറഞ്ഞ് 12%. 1 ലക്ഷം ബാങ്കിലിട്ട് കഴിഞ്ഞാൽ 1000 രൂപ കൃത്യമായിട്ട് നമുക്ക് പലിശ കിട്ടും. ഇന്നിപ്പോൾ അത് 5, 6, 7 ആയിട്ട് മാറിയിട്ടുണ്ട്. ഈ സമയത്താണ് അത്യാർത്തി പൂണ്ട ആളുകൾ ഇങ്ങനെയുള്ള സങ്കേതങ്ങൾ അന്വേഷിച്ച് പോകുന്നത്. ഇത്തരം സങ്കേതങ്ങളിൽ പോയിട്ട് അവിടെ കൊണ്ട് പൈസ ഭണ്ഡാരടങ്ങിക്കഴിഞ്ഞാൽ എന്നിട്ട് തിരിച്ച് കിട്ടിയില്ലെങ്കിൽ അതിന് ഉത്തരവാദി ആരാ? ഗവൺമെൻറ്റാണോ? ഇന്നത്തെ സാഹചര്യത്തിൽ ഇപ്പോൾ പലയിടത്തും കാണാം, പല കമ്പനികൾ നിക്ഷേപിക്കാനും പിടിക്കാനും കാണാം 12% പലിശ, 15% പലിശ. നിങ്ങളപ്പം മനസ്സിലാക്കിക്കൊള്ളുക, ഇന്ത്യയിൽ അങ്ങനെ സംവിധാനമില്ല. ഇന്ത്യയിൽ ഇപ്പോൾ ഷെഡ്യൂൾ ബാങ്കിലൊക്കെയാണെങ്കിൽ 6, 6.5% പലിശയുള്ളൂ. മറ്റുള്ളിടത്ത് നമ്മൾ പൈസ കൊണ്ടിട്ട് കഴിഞ്ഞാൽ അപ്പോഴേ മനസ്സിലാക്കിക്കൊള്ളുക, പോയി എന്ന് മനസ്സിലാക്കിക്കൊള്ളുക. അല്ലെങ്കിൽ 2ാം നമ്പർ ബിസിനസ്സാണത്. അത് ഒരുപാട് നടക്കുന്നുണ്ട്. ടി വിയിലേക്ക് നോക്കിയാൽ കാണാൻ പറ്റും. വജ്രമോതിരം, രുദ്രാക്ഷമാല. ഈ രുദ്രാക്ഷമാല അതിനെക്കുറിച്ച് ഒരിക്കലും ഒരു വീഡിയോ ചെയ്തിട്ടാണ് ഈ രുദ്രാക്ഷമാല. ഈ മാല കൊതിച്ച ആൾക്കാരുണ്ടെന്നുള്ളതാണ്. ഞാനൊരു കറുത്ത മാലയായതുകൊണ്ടും എനിക്ക് വേണ്ടപ്പെട്ട ഒരാളിങ്ങനെ തന്നതുകൊണ്ട് കയ്യിലിടുന്നു മാത്രമേ ഉള്ളൂ. ഈ മാലയ്ക്കൊക്കെ കയറി വന്നു കഴിഞ്ഞാൽ ഒരു 30 രൂപ 35 രൂപ വരും. പ്ലാസ്റ്റിക്കാണത്. രുദ്രാക്ഷമാല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എണ്ണാനുള്ള മാല, അത്രയേ ഉള്ളൂ. ധ്യാനം നടത്തുന്ന സമയത്ത് കയ്യിൽ പിടിച്ചിട്ടിങ്ങനെ ആ മണികളിങ്ങനെ എണ്ണും. ആ മണികൾ എണ്ണുന്നതിനൊരു രീതിയുണ്ട്. അതിൻ്റെ മേരു എന്ന് പറഞ്ഞൊരു ഭാഗമുണ്ട്. ഇവിടെ ഇത് മേരു. അവിടെ ഒരു എണ്ണി കഴിഞ്ഞാൽ പിന്നെ പിന്നോട്ട് എണ്ണണം. അപ്പോൾ കണ്ണടച്ചിരുന്നാൽ നമുക്കവിടെ വരുമ്പോൾ അറിയാൻ പറ്റും, ഇത്ര എണ്ണമായി എന്നറിയാൻ പറ്റും. അത് പല എണ്ണത്തിന് പല രൂപത്തിൽ, ചില ചെറിയ എണ്ണത്തിന് കയ്യിൽ കിട്ടും, വലിയ എണ്ണത്തിന് കഴുത്തിലിടും. അതിനേക്കാൾ വലുതാണ് 2 ചുറ്റായിട്ട് തലയിലിടും. അത് ഈ സന്യാസിമാർ ചെയ്യുന്നതാണ്. എന്താ അതിൻ്റെ പ്രത്യേകത? അത് വെള്ളത്തിലിട്ടാൽ അലുത്തു പോവില്ല. അത് തീയിലിട്ട് കഴിഞ്ഞാൽ ഓടിച്ചെന്ന് ആ തീ മാറ്റിയിട്ട് ഈ രുദ്രാക്ഷമാല അങ്ങോട്ട് എടുക്കാം, കത്തിപ്പോവില്ല. ഇനി ശരീരം നിലത്തിട്ട് കഴിഞ്ഞാൽ പൊട്ടിപ്പോവില്ല. ശരീരത്തിലിട്ട് കഴിഞ്ഞാൽ ശരീരത്തിൽ കല്ലൊക്കെ ആണെങ്കിൽ കുത്തി കയറും. ഇത് ആ പ്രശ്നവുമില്ല. അത്രമാത്രമേ അതിന് പ്രാധാന്യമുള്ളൂ.
ഇതും വെച്ചുകൊണ്ടാണ് പറയുന്നത് ഇത് ധരിച്ച ക്യാൻസർ മാറും, ഇത് മരിച്ച ക്ഷയരോഗം മാറും, ഇത് മരിച്ച കൊറോണ മാറും. ഒരു സിനിമ നടി സ്ഥിരം വരുന്നുണ്ട്. പിന്നെ ശംഖ്, മലമ്പരി ശംഖ്, ഈ മലമ്പരി ശംഖും വെടമ്പരി ശംഖൊക്കെ ഇപ്പോൾ ഉണ്ടാക്കുന്നതാണ്. ഇത്തരം കാര്യങ്ങൾ ഉണ്ടാക്കുന്നതാണ്. ഇത്തരം സങ്കേതങ്ങളിൽ പോയിട്ട് മുട്ടുകാല വേദനയ്ക്കുള്ള മരുന്ന്, കണ്ണുവേദനയ്ക്കുള്ള മരുന്ന്, ഒന്നും കൊണ്ടും ഭയപ്പെടേണ്ട. അതെ, ഈ മരുന്ന് വീട്ടിൽ വെച്ചാൽ മതി, നിങ്ങളുടെ സർവ്വ രോഗങ്ങളും അവിടെ ഭേദമാവുന്നതാണ്. കൊറോണ പ്രത്യേകിച്ചും ടപ്പ് എന്ന് പറഞ്ഞ് ഭേദമാവുന്നതാണ്. ഈ ഹോമിയോ വ്യവസ്ഥ ഇതൊക്കെ ഇനി ഞാനായിട്ട് പറയുന്നില്ല, ഡോക്ടർമാരെന്നെ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളാണ്. പച്ചവെള്ളത്തിൽ ശർക്കരയും ഒക്കെ നീരൊക്കെ ഒഴിച്ചുണ്ടാക്കുന്ന വേറെ ആയുർവേദമൊക്കെ ഉണ്ട് ഇവിടെ. അപ്പോൾ ഞാൻ പറയുന്ന സമയത്ത് എൻ്റെ മെക്കെട്ട് കയറും, അതുകൊണ്ട് ഞാൻ പറയുന്നില്ല. അപ്പോൾ പറഞ്ഞു വരുന്നത്, ഇങ്ങനെയുള്ള 2ാം നമ്പർ ബിസിനസ് നടത്തുന്ന ആൾക്കാരെ പുറകിൽ പോകുന്ന ആൾക്കാരെ അനുഭവിച്ചേ മതിയാകൂ. അവർ എത്രയോ വലിയ ആൾക്കാരുണ്ട്, പണക്കാരുണ്ട്. അവരെ പൈസ എവിടെയാണ് കൊണ്ടിട്ടുള്ളത്? റിട്ടയർമെൻ്റ് ഒക്കെ ആയിട്ടുള്ള ആളുകൾ അവരെന്താ ചെയ്യുന്നത്? അവർ ബാങ്കിൽ കൊണ്ടിടുന്നു. എത്രയാ പലിശ? 6.5%. അതിന് സീനിയർ സിറ്റിസനാണെങ്കിൽ ഒരു 0.5%, 7% കിട്ടും. അവർക്കത് 30%, 20% കൊണ്ടിട്ടൂടെ? എന്താ ഇടാത്തത്? ഇതുപോലെ തന്നെ ഒരു അസുഖം വരുന്ന സമയത്ത് ഈ രുദ്രാക്ഷമാല നിങ്ങൾ നമ്മുടെ ഋഷികേശിൽ പോയാൽ ഈ ഇങ്ങനെയുള്ള ഇതുപോലെ 2 രുദ്രാക്ഷമാലയുണ്ട്. ഒന്ന് സ്വാമിജി തന്നതാണ്. എൻ്റെ ഒരു സന്തോഷം കൊണ്ട് കഴുത്തിലിട്ടു എന്ന് മാത്രം. ഞാൻ എണ്ണാനും പിടിക്കാതെ ഇപ്പം നിൽക്കാറൊന്നുമില്ല. അപ്പോൾ ഈ ഇത് ഋഷികേശിൽ പോയാൽ ഒരു രുദ്രാക്ഷമാലയുടെ വില 20 രൂപ, 25 രൂപയാണ്. ഇത് ഇവിടെ കൊണ്ടുവന്നിട്ട് ഇവരതുമേ വാർണിഷൊക്കെ പുരട്ടി സ്വർണ്ണക്കൂടിനകത്ത് വെച്ച് അതിൻ്റെ അമ്പളങ്ങളൊക്കെയും വെച്ച് DTP അടിക്കാൻ വലിയ ബുദ്ധിമുട്ടൊന്നുമില്ലല്ലോ, അതിന് കവറടിക്കാൻ ബുദ്ധിമുട്ടില്ലല്ലോ. എന്നിട്ട് അതിൻ്റെ വില എഴുതിയിട്ടുണ്ടായിരിക്കും. അതായത് 1 മണിക്ക് 1975 രൂപ 50 പൈസ. കറക്റ്റാണ് സ്വർണത്തിൻ്റെ തൂക്കം. അപ്പോൾ എത്രയായി? 108 മണീൻ്റെ ആലോചിച്ച് നോക്കുക, എത്ര ലക്ഷം രൂപയായിരുന്നു. അത് വാങ്ങിക്കാൻ ആൾക്കാരുണ്ട് ഇവിടെ. അതേ സാധനം ഞാൻ കൊണ്ട് കൊടുക്കുകയാണെങ്കിൽ നിങ്ങൾ എന്തിനാ ഇത് വാങ്ങിച്ചത്? ഇത് വാങ്ങിച്ചോ, അത് വേണ്ട സമയം, അത് കയ്യിൽ വെച്ചോളൂ, അതിൻ്റെ ഡ്യൂപ്ലിക്കേറ്റാ, എൻ്റെ കയ്യിലുള്ള ഡ്യൂപ്ലിക്കേറ്റാ. മലേഷ്യയിൽ പോയി അവർ പറയും ഇത് ഇന്ത്യൻ രുദ്രാക്ഷമാണത്. ഇന്ത്യയിലുള്ളവർ പറയും ഇത് നേപ്പാൾ രുദ്രാക്ഷമാണത്. നേപ്പാളിലുള്ളവർ പറയും ഇത് മലേഷ്യൻ രുദ്രാക്ഷമാണത്. പിന്നെ ഈ രുദ്രാക്ഷത്തിന് തന്നെ നമ്മളുടെ കശുമാങ്ങണ്ടി ഇല്ലേ, ചില കശുമാങ്ങണ്ടി അത് ചിലപ്പോൾ ഇങ്ങനെ ഇരിക്കും, ചിലത് ഇങ്ങനെ ഇരിക്കും, ചിലത് 2 എണ്ണമായിട്ട് അങ്ങോട്ട് ഇങ്ങോട്ട് തിരിഞ്ഞിരിക്കും. ഈ 2 എണ്ണം ഇതിൽ എല്ലാ വിത്തുകളിലും അത് കാണാൻ പറ്റും. അപ്പോൾ രുദ്രാക്ഷം 2ആയിട്ട് പിളർന്ന് ഇങ്ങനെ ഇരിക്കുകയാണെങ്കിൽ പറയും ഇത് യോനി രുദ്രാക്ഷമാണ്, പാർവതി യോനി രുദ്രാക്ഷം. 2ആയിട്ട് മാറിയിരിക്കാൻ പറയും ശിവപാർവതി രുദ്രാക്ഷമാണത്. ഇങ്ങനെ ഇരിക്കുമ്പോൾ പറയും അത് ഗണപതി രുദ്രാക്ഷമാണത്, പഞ്ചമുഖമാണ്, ഏകമുഖമാണ് എന്നൊക്കെയും പറഞ്ഞ് ലക്ഷങ്ങളുടെ പറ്റികൾ നടക്കുന്നുണ്ട്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈയാമ്പാറ്റകൾ ചെന്ന് സ്വർണമാണെന്ന് വിചാരിച്ചോ, തിന്നാനുള്ള നേന്ത്രപ്പഴം അരി പഴമാണെന്ന് വിചാരിച്ച് നമ്മൾ കത്തിച്ചു വെച്ച വിളക്കിനകത്ത് നിന്ന് ചാടുന്ന പോലെ അതൊക്കെ. അതാണ് ഇവർക്ക് സംഭവിക്കുന്നത്. ഈയൊരു മനസ്സിൽ വെച്ചിട്ടാണ് നമ്മളുടെ സിനിമാ നടൻ ശ്രീനിവാസൻ പറഞ്ഞത് ഇയാളുടെ അടുത്ത് പോയവർ ഇയാൾക്കെതിരെ കേസ് കൊടുത്ത ആൾക്കാരെയും ഒന്ന് നോട്ടം വെക്കണം എന്ന് പറഞ്ഞത്. അയാൾ കൊണ്ട് കേസ് കൊടുത്തിരിക്കുകയാണ് അത്രേ. ശ്രീനിവാസനെതിരെ കേസ് കൊടുത്തിരിക്കുകയാണ്. ശ്രീനിവാസനെതിരെ കേസ് കൊടുത്താൽ അങ്ങനെ ഒരു എസ്റ്റാബ്ലിഷ് ആയിട്ടൊരു ആളാണല്ലോ. അപ്പോൾ കേസിന് വേണ്ടി ഒരു 10 രൂപ ചിലവഴിച്ചാലും കുഴപ്പമില്ല, അതൊരു രസം അത്രമാത്രം. പക്ഷേ ശ്രീനിവാസൻ പറഞ്ഞൊരു സാങ്കത്യം, പ്രത്യേകിച്ച് ഇന്നത്തെ കാലത്തുള്ള പ്രസക്തി വളരെ വലുതാണ്. നിങ്ങളുടെ മക്കൾക്ക്, നിങ്ങളുടെ കാരണവന്മാർക്ക് ഈ TV-യിൽ കണ്ട മരുന്നുകൾ വാങ്ങിച്ചു കൊടുക്കരുത്. ഇപ്പോൾ ജനം TV-യിൽ മറ്റേ ഉച്ചയ്ക്ക് വരുന്ന ഒന്നുണ്ട്, അഷ്ടലക്ഷ്മി സൂത്രമോ മറ്റോ ഒന്ന്, അഷ്ടലക്ഷ്മി സൂത്രം. അത് നമ്മൾ പൈസ കൊടുത്ത് ഞാനത് വിളിച്ചു ചോദിച്ചു, ഞാൻ അമേരിക്കയിലാണ്, ഹോൾസെയിലായിട്ട് കിട്ടുമെന്ന് ചോദിച്ചു. അപ്പോൾ അവിടെ കൊണ്ട് വിൽക്കാനാണെന്ന് പറഞ്ഞപ്പോൾ പറഞ്ഞു എത്ര എണ്ണം വേണം? എനിക്കൊരു 50 എണ്ണം വേണം. ഹോൾസെയിലായിട്ട് വാങ്ങിക്കുമ്പോൾ കുറച്ച് കുറവുണ്ടാവുമോ എന്നൊക്കെ ചോദിച്ചു പൈസയ്ക്ക്. അതൊരു കാര്യം ചെയ്യൂ, ഞങ്ങളൊന്ന് കണക്കൂട്ടി പറയാം, പിന്നെ പറയാം, അല്ലെങ്കിൽ ഞങ്ങൾ വരേണ്ട സ്ഥലം പറയാം, അവിടെ വെച്ച് ഡിസ്കസ് ചെയ്യാമെന്ന്.
പണം പൂക്കുന്നാണ് പറയുന്നത്. അപ്പോൾ ഈ അഷ്ടലക്ഷ്മി സാധനം അവരുടെ വീട്ടിൽ വെച്ച് അവർക്ക് പണം ഉണ്ടാക്കിയാൽ പോരെ. ഇതുപോലെ തന്നെയാണ് ധനാകർഷണ ഭൈരവയന്ത്രം, കുബേരയന്ത്രം, അതിൻ്റെയും പുറകിൽ പോകുന്ന ആൾക്കാർ. അങ്ങനെയുള്ള സ്ഥലത്തേക്കും അതിൻ്റെ പുറകിൽ പോയിട്ട് നാറി തിരിച്ചു വരുന്ന സമയത്ത് പിന്നെ പോലീസിൽ കേസ്. ഇവർ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ വേദത്തിനൊരു കഥയുണ്ട്. അറിഞ്ഞുകൊണ്ട് ചെന്ന് അബദ്ധത്തിൽ ചെന്ന് ചേർന്ന ആളുകളാണ് ഇവരൊക്കെ. പക്ഷേ സത്യത്തിൽ എന്താ ചെയ്യുന്നത്? ഇവർ അപകടത്തെ കെട്ടിപ്പിടിക്കുക ചെയ്യുന്നത്. അപകടം ഇവരെ വന്ന് കെട്ടിപ്പിടിക്കില്ല ചെയ്യുന്നത്. മോൻസൺ മാവുങ്കൽ ഏറ്റവും വലിയ രസം, മോൻസൺ മാവുങ്കൽ ആരും അങ്ങോട്ട് ചെന്ന് കെട്ടിപ്പിടിച്ചതായിട്ട് ഇപ്പോൾ കാണുന്നില്ല. പ്രത്യേകിച്ച് പാവപ്പെട്ട ഒരാളെയും സാറേ എൻ്റെ കയ്യിൽ നിന്ന് 10,000 രൂപ വാങ്ങിച്ചു പറഞ്ഞിട്ട് ആരും വരുന്നുണ്ട്, ഒന്നുമില്ല. എൻ്റെ കയ്യിൽ നിന്ന് 10 കോടി വാങ്ങിച്ചു, എൻ്റെ കയ്യിൽ നിന്ന് 75 ലക്ഷം വാങ്ങിച്ചു, എൻ്റെ കയ്യിൽ നിന്ന് 10 ലക്ഷം വാങ്ങിച്ചു പറഞ്ഞ ആൾക്കാരൊക്കെയാണ് വരുന്നത്. അപ്പോൾ അതൊക്കെ ഇങ്ങനെ ആലോചിച്ച സമയത്ത് നമ്മുടെ നടൻ ശ്രീനിവാസൻ പറഞ്ഞതിൽ അർത്ഥം ഇല്ല എന്നില്ലല്ലോ. അപ്പോൾ ഇവർക്കൊക്കെയും തലയിൽ ഓരോ പളങ്ങ് കിട്ടേണ്ടത് തന്നെയാണ്. നമ്മുടെ രാമസ്വാമി ചോദിച്ച പോലെ ഇവിടെ വ്യവസ്ഥാപിതമായിട്ടുള്ള ബാങ്കിങ് രീതിയിൽ മാക്സിമം 12% മാത്രം പലിശയുള്ളപ്പോൾ നിങ്ങൾ എന്തിനാണ് 30% പലിശ കിട്ടുമെന്ന് പറഞ്ഞിട്ടുള്ള ഈ നരകാഗ്നിയിലേക്ക് നിങ്ങൾ സ്വയം എടുത്ത് ചാടിയത്? നിങ്ങളെന്തിനാ അവിടെ പൈസ കൊണ്ടുപോയിട്ട്? അത് ഞങ്ങൾക്ക് അറിവില്ലാഞ്ഞിട്ടാ. നിങ്ങൾക്ക് അറിവില്ലാഞ്ഞിട്ട് തന്നെ അതിൽ ഉത്തരവാദി ഞങ്ങൾ ഗവൺമെൻറ്റാണോ, സർക്കാരാണോ, കോടതിയാണോ, പോലീസാണോ? ഏകദേശം അതിനോട് തത്തുല്യമായിട്ടുള്ള ചോദ്യം തന്നെയാണ് ശ്രീനിവാസൻ ചോദിച്ചത്. ദുരയാണത്, അത്യാഗ്രഹം, ഇൻസാഷ്യബിൾ തേഴ്സ്റ്റ്. സ്പൃഹ എന്നാണ് സംസ്കൃതത്തിൽ പറയുക. അത്തരം ആളുകളെ രക്ഷപ്പെടുത്താൻ ഈശ്വരന് പോലും കഴിയില്ല. മോൺസൺ മാവുങ്കലിന് പൈസ കൊടുത്തു പറഞ്ഞ ആൾക്കാർക്ക് ഇനി എൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ ഇങ്ങനെ കാണിച്ചിരിക്കാം, പിന്നെ ഇങ്ങനെ കാണിക്കാം, പിന്നെ എന്ന് പറഞ്ഞിരിക്കാം. അകം നക്കാം, പുറം നക്കാം, പിന്നെയോ അകം നക്കാം, പുറം നക്കാം. അങ്ങനെ അകം നക്കി പുറം നക്കിയിരിക്കാം. മാത്രമല്ല കേസും കുറ്റങ്ങളാവുമ്പോൾ അതിൻ്റെ പൈസ വേറെ. ഇങ്ങനൊരു കാര്യം ശ്രീനിവാസൻ പറഞ്ഞു. അദ്ദേഹത്തിനെതിരെ കേസ് കൊടുത്തു പറഞ്ഞപ്പോൾ ഞാൻ ജനറലായിട്ട് ചില കാര്യങ്ങൾ പറഞ്ഞത് മാത്രം, സമൂഹത്തിന് ഉപകാരപ്രദമായിട്ടുള്ള കുറേ കാര്യങ്ങൾ പറഞ്ഞത് മാത്രം. നമസ്കാരം.